വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സമീപനത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ പ്രത്യേകതയും ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ് മർക്കോസ് 6:37. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുത സംഭവമാണ് ഈ കൽപ്പനയുടെ പശ്ചാത്തലം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചില ചിന്തകൾ പങ്കുവെക്കാം. 1. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളോടുള്ള ദൈവത്തിൻ്റെ കരുതൽ. തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ അല്പം ആശ്വസിക്കുവാൻ യേശുവും ശിഷ്യന്മാരും ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്നു. ആ ഏകാന്ത സ്ഥലത്തും യേശുവിനെ കേൾക്കുവാൻ ആയിരങ്ങൾ വന്നു ചേർന്നു. യേശുവിൻ്റെ ദിവ്യവചനങ്ങൾ കൂടി വന്നവർ വിശപ്പും ദാഹവും മറന്ന് ആഹ്ലാദത്തോടെ കേട്ടു. യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ വിശപ്പും ദാഹവും അകറ്റി. എന്നാൽ യേശു അവരുടെ ശാരീരിക ആവശ്യം മനസ്സിലാക്കി. യേശുവിന് അവരിൽ മനസ്സലിവുണ്ടായി. ഈ അവസരത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പനയാണ് ഭക്ഷിപ്പാൻ കൊടുക്കുക എന്നത്. തുടർന്ന് അവിടെ നടന്നത് ഒരു വലിയ വിരുന്ന് സൽക്കാരമായിരുന്നു. ജനത്തോടുള്ള യേശുവിൻ്റെ ആർദ്രതയും മനസ്സലിവും ആയിരുന്നു ഈ വലിയ വിരുന്ന് നൽകുവാനുള്ള കാരണം. ജനത്തെക്കുറിച്ചുള്ള കരുതലും അവൻ്റെ മനസ്സലിവും ആർദ്രതയും ആയിരിക്കണം വിശ്വാസ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള അഥവാ ശുശ്രൂഷയ്ക്കുള്ള പ്രേരക ശക്തി. കർത്താവിൻ്റെ ശുശ്രൂഷകൾ തുടരുവാനാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആത്മീക വിശപ്പ് അനുഭവിക്കുന്ന ജനത്തിൻ്റെ ആത്മീക ആഹാരം നൽകി കർത്താവ് ശമിപ്പിക്കും. എന്നാൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ജനത്തിൻ്റെ ശാരീരിക വിശപ്പ് അകറ്റുക എന്നത് വിശ്വാസ സമൂഹത്തിൻ്റെ ചുമതലയാണ്. കർത്താവിൻ്റെ ആർദ്രതയുടെ കരങ്ങളായി പ്രവർത്തിക്കേണ്ടവരാണ് വിശ്വാസ സമൂഹം. കർത്താവിൻ്റെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 2. എല്ലാവരെയും ഒരേ വിധത്തിൽ സ്നേഹിക്കുന്ന കർത്താവ്. അന്ന് നടന്ന പന്തിഭോജനത്തിൽ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്ന മത്തായി 14:21 പറഞ്ഞിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ യെരുശലേമിൽ നിന്നുള്ള ധനവാന്മാരും കടൽ തീരത്തുള്ള കുടിലുകളിൽ പാർക്കുന്ന മുക്കുവന്മാരും വിദ്യാസമ്പന്നരും വിദ്യാവിഹീനരും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ഇവരെയെല്ലാം പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാനാണ് കർത്താവ് പറഞ്ഞത്. അവർക്കെല്ലാം 5 അപ്പത്തിൽ നിന്നും 2 മീനിൽ നിന്നും വാഴ്ത്തി നുറുക്കുകൾ നൽകി. ഒരു വ്യത്യാസവും കാണിക്കാതെ എല്ലാവർക്കും ഒരേ ഭക്ഷണം നൽകി. അവർ എല്ലാവരും ഭക്ഷിതൃപ്തരായി. അങ്ങനെയെങ്കിൽ എത്ര സ്വാദിഷ്ടമായ ആഹാരമാണ് കർത്താവ് നൽകിയത്. ഇന്ന് നാം പങ്കെടുക്കുന്ന വിരുന്ന് സൽക്കാരങ്ങളെക്കാൾ എത്ര തൃപ്തികരമാണ് യേശുവിനോടുകൂടെ കഴിക്കുന്ന അല്പം ആഹാരം. ഇന്ന് ബാർ ഹോട്ടലുകളിൽ കയറി സമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ അനുഭവിച്ച് കാലിയായ പേഴ്സും നീർന്ന ഹൃദയവുമായി സുബോധം തന്നെ നഷ്ടപ്പെട്ട് ഭവനത്തിൽ തിരിച്ചെത്തുന്ന അനേകരിൽ ഒരാളാണോ ഇന്നത്തെ പ്രഭാത ചിന്തയിൽ പങ്കുചേരുന്നത്? യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നമുക്ക് ജീവൻ നൽകുവാനായി തൻ്റെ ശരീരം തന്നെ നുറുക്കി നൽകിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. എല്ലാവർക്കും അവൻ നൽകിയത് ജീവൻ നൽകുന്ന തൻ്റെ ശരീരം തന്നെയാണ്. നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ഈ കർത്താവിനെ സ്വീകരിക്കുമെങ്കിൽ നമുക്കും തൃപ്തരാകുവാൻ കഴിയും. 3. മറ്റുള്ളവരെ തൃപ്തരാക്കുവാൻ കർത്താവ് നമ്മളുടെ വിഭവശേഷി തന്നെയാണ് ഉപയോഗിക്കുന്നത്. 5000 പേരെ പോഷിപ്പിച്ച അത്ഭുത സംഭവത്തിന് കർത്താവ് ചെറിയ ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പമാണ് ഉപയോഗിച്ചത്. ഈ ബാലകൻ്റെ കയ്യിൽ മാത്രമേ അപ്പമുണ്ടായിരുന്നുള്ളൂ എന്ന് ഒരു സംശയം നമുക്കുണ്ടാകാം. ഈ ബാലകൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുപോലെ മറ്റു പലരുടെയും കൈവശം അവർക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ടായിരിക്കണം. എന്നാൽ അവരാരും തന്നെ തങ്ങളുടെ ആഹാരം പങ്കുവെക്കുവാൻ തയ്യാറായില്ല. ഈ ചെറിയ ബാലകൻ അതിന് തയ്യാറായി.
തൻ്റെ കയ്യിലുള്ളത് ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ അവൻ തയ്യാറായി. ബാലകൻ നൽകി അപ്പം യേശു കൈകളിലെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകി. കൂടി വന്ന് എല്ലാവരും തൃപ്തരാകത്തക്കവണ്ണം അപ്പം നുറുക്കുകൾ വർദ്ധിച്ചു. നമുക്കുള്ളതിനെ കർത്താവിന് നൽകുമ്പോൾ മാത്രമേ അത് വർദ്ധിക്കുകയുള്ളൂ. നമ്മിലുള്ള ചെറിയ ചെറിയ നന്മകൾ മറ്റുള്ളവർക്ക് പൂർണ്ണ മനസ്സോടെ നൽകുമ്പോൾ മാത്രമേ നാം നൽകുന്ന നന്മകൾ പെരുകുകയുള്ളൂ. ബുദ്ധിമുട്ടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്നത് നമ്മെ തന്നെയാണ്, അല്ലാതെ കർത്താവ് മുകളിൽ നിന്ന് എറിഞ്ഞു തരത്തൊന്നുമില്ല. ഈ ലോകത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിർവഹിക്കുന്നത് നമ്മിൽ കൂടെ തന്നെയാണ്. നമുക്കുള്ളത് വലുതോ ചെറുതോ എത്രയായിരുന്നാലും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. തൻ്റെ കയ്യിലെ അപ്പം കർത്താവിന് നൽകിയ ചെറിയ ബാലകൻ്റെ മനസ്സ് നമ്മിലും ഉണ്ടാകട്ടെ. കർത്താവേ, തൻ്റെ വിശപ്പിനുള്ള അപ്പം കർത്താവിൻ്റെ കൈകളിൽ നൽകിയ ആ ചെറിയ ബാലകനെ പോലെ ആകുവാൻ എന്നെയും അങ്ങ് സഹായിക്കണമേ. ആമേൻ.